അവസാന 48 മണിക്കൂറിൽ എമ്പുരാൻ സിനിമ 100 കോടി കളക്ഷൻ നേടി. ഇത് തള്ളാവാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഒഫീഷ്യലായിട്ട് തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും ഒക്കെ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അവസാന 48 മണിക്കൂറിൽ സിനിമ 100 കോടി കളക്ട് ചെയ്തു എന്നുള്ള കാര്യം. പക്ഷേ മലയാളത്തിലെ പ്രമുഖ ഒരു ഓൺലൈൻ ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് സത്യമാവാനുള്ള സാധ്യതയില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, അതല്ലാതെ ഇത് ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പോ ഈ സിനിമ അവസാന 48 മണിക്കൂറിനുള്ളിൽ തിയേറ്ററിൽ നിന്ന് മാത്രം 100 കോടി കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പം ബിസിനസ്സിലൂടെ, അതല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്, ഓവർസീസ് ഇതൊക്കെ വെച്ച് നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹം വീഡിയോയിൽ പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം 2 ദിവസം മാക്സിമം കിട്ടാനുള്ള കളക്ഷന്റെ ടാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ലാഭമായിട്ട് 2 ദിവസം 14 കോടി മാത്രമാണ് കളക്ഷൻ നേടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല സിനിമയുടെ കളക്ഷൻ. ഇവര് പറയാറ് ഗ്രോസ് കളക്ഷൻ ആണ്. ഗ്രോസ് കളക്ഷൻ നോക്കുന്ന സമയത്ത് 14 കോടിയല്ല, ഈ ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിലും ഇത് 100 കോടിയിലേക്ക് എത്തില്ല എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തുടക്കത്തിൽ ഈ രീതിയിലുള്ള ഒരു ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് കാണാൻ പോകും. പ്രത്യേകിച്ച് ഇപ്പം വിവാദം നടക്കുന്നുണ്ട്. പിന്നീട് ഈ സിനിമയുടെ കളക്ഷൻ അവർ തിരുത്തി പറയാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇതെന്റെ ഒപ്പീനിയൻ അല്ല, ആ ഒരു ചാനലിൽ വന്നിട്ടുള്ള ന്യൂസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ആധികാരികത. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ അറിയിക്കുക.